നമസ്കാരം. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ജനതയെ ഒന്നാകെ കണ്ണീരണിയിച്ച മഹാദുരന്തം വയനാട് ജില്ലയിലെ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായി മാറി മനുഷ്യ മനസ്സിനെ മരവിപ്പിച്ച ഈ ദുരന്തം 300ഓളം മനുഷ്യർ മരണപ്പെട്ടു എന്ന് ബഹുമാനപ്പെട്ട സർക്കാർ സ്ഥിരീകരിച്ചു എങ്കിലും ദുരന്തത്തിൻ്റെ വ്യാപ്തി ചിന്തകൾക്കപ്പുറമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ലയങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ ആൾക്കൂട്ടം താമസിക്കുന്ന സ്ഥലങ്ങൾ എല്ലാം തന്നെ മണ്ണിനടിയിലായി. കിലോമീറ്ററുകൾ ദുരന്തം വിതച്ച് വയനാടിൻ്റെ ഒരു ഭാഗം ഇല്ലാതായിരിക്കുന്നു. ദുഷ്കരമായ സാഹചര്യത്തിൽ ഇന്ത്യൻ സൈന്യവും കേരള ഫയർഫോഴ്സും NDRF സംഘവും മറ്റ് സന്നദ്ധ സംഘടനകളും മലങ്കര സഭയും രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേരുന്നു. എത്രയും വേഗം വേണ്ട സഹായം എത്തിക്കുവാൻ പരിശുദ്ധ കാതോലിക്ക ബാവ നിർദ്ദേശം നൽകി. മലവെള്ളപ്പാച്ചിലിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിക്കുവാനും കഴിയുന്ന പോലെ അവരെ സഹായിക്കുവാനും ദുരന്ത മേഖലയിലെ രക്ഷാപ്രവർത്തനത്തിൽ നേരിട്ട് പങ്കാളിയായി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സുൽത്താൻ ബത്തേരി ഭദ്രാസനത്തിൻ്റെയും പരിശുദ്ധ സഭയുടെയും യുവജന പ്രസ്ഥാനത്തിൻ്റെയും ഏകോപനത്തിൽ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. വയനാട്ടിൽ ദുരന്തമുഖത്ത് 3000-ൽ കൂടുതൽ ആളുകളാണ് വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നത്. നിരവധി സന്നദ്ധ സംഘടനകൾ ആവശ്യമായ സാധന സാമഗ്രികൾ എത്തിക്കുന്നു. എന്നാൽ കുടുംബം നഷ്ടപ്പെട്ടവരെയും കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോയവരെയും പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. സുൽത്താൻ ബത്തേരി ഭദ്രാസനവുമായി ആലോചിച്ച് അവരുടെ നിർദ്ദേശമനുസരിച്ച് മാത്രം ആവശ്യമായ സഹായങ്ങൾ നേരിട്ട് ചെയ്യുവാനാണ് പരിശുദ്ധ കാതോലിക്ക ബാവ കൽപ്പനയിലൂടെ അറിയിച്ചിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിലെ അടിസ്ഥാന ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനായി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ 5 ലക്ഷം രൂപ പ്രാഥമികമായി കൈമാറി. വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ സഹായിക്കുന്നതിൻ്റെ ഭാഗമായി 50 പേർക്ക് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ 10 ലക്ഷം രൂപ ചെലവിൽ തീരുന്ന വീട് നിർമ്മിച്ചു നൽകും. ഈ സംരംഭത്തിലേക്ക് എല്ലാ സഭാമക്കളുടെയും സഹായ സഹകരണങ്ങൾ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി കൽപ്പനയിലൂടെ അഭ്യർത്ഥിച്ചു. അക്കൗണ്ട് ഡീറ്റെയിൽസ്: നാച്ചുറൽ കലാമിറ്റീസ് ഫണ്ട് മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച്, ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേവലോകം. അക്കൗണ്ട് നമ്പർ 570170531990. IFSC SBI N0070820. പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ പ്രതിനിധി സംഘം മലങ്കര സഭയുടെ ദേവാലയങ്ങളിലും കേന്ദ്രങ്ങളിലും സന്ദർശനം നടത്തി. റോമിൽ നിന്നുള്ള സഭൈക്യ പ്രതിനിധി സംഘം മർത്തോമൻ ക്രിസ്ത്യാനികളെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ ഭാഗമായാണ് മലങ്കര സഭ സന്ദർശിക്കുന്നത്. പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളി പള്ളി, കോട്ടയം പഴയ സെമിനാരി, ദേവലോകം കാതോലിക്കേറ്റ് പാലസ്, പരുമല സെമിനാരി, പരുമല ഇൻ്റർനാഷണൽ ക്യാൻസർ സെൻറ്റർ, പാലിയേക്കര പള്ളി, മാർത്തോമാ ശ്ലീഹായിൽ സ്ഥാപിതമായ നിരണം പള്ളി, കൂനൻകുരിശ് തീർത്ഥാടന കേന്ദ്രം എന്നീ കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. ദേവലോകം കാതോലിക്കേറ്റ് പാലസിൽ എത്തിച്ചേർന്ന പ്രതിനിധി സംഘത്തിന് സഭ എക്യൂമിനിക്കൽ വിഭാഗം സംഘടിപ്പിച്ച മീറ്റിംഗിൽ ഫാദർ ഡോക്ടർ ബേബി വർഗീസ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സമഗ്രമായ ചരിത്രം വിവരിച്ചു. പരിപാടിയിൽ ഇരു സഭാപ്രതിനിധികളുടെയും ചോദ്യോത്തര സെഷൻ ഉണ്ടായിരുന്നു. സഭയുടെ സമ്പന്നമായ ചരിത്രത്തിലേക്ക് ആഴത്തിൽ വേരൂന്നിയ മാർത്തോമൻ പാരമ്പര്യങ്ങളെ ഊന്നിപ്പറയുന്നതായിരുന്നു ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വിവരണം. സഭയുടെ ആരാധനാ ചട്ടക്കൂടിനുള്ളിൽ പടിഞ്ഞാറൻ സുറിയാനി ആരാധനാക്രമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മറ്റ് ഇന്ത്യൻ പൗരസ്ത്യ സഭകളിലെ സുറിയാനി പാരമ്പര്യങ്ങളും അദ്ദേഹം താരതമ്യം ചെയ്തും സഭയുടെ പൈതൃകം, ഭരണഘടന എന്നിവയുടെ പ്രത്യേക വശങ്ങൾ എന്നിവയും വിവരിച്ചു. തുടർന്ന് റോമിൽ നിന്നുള്ള സംഘം പരിശുദ്ധ ബെസിലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയെ ദേവലോകം കാതോലിക്കേറ്റ് അരമനയിൽ സന്ദർശിച്ചപ്പോൾ അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ദിമിത്രിയോസ് മെത്രാപ്പോലീത്ത, അഭിവന്യ എബ്രഹാം മാർ സ്തേഫാനോസ് മെത്രാപ്പോലീത്ത, ഫാദർ അശ്വിൻ ഫെർണാണ്ടസ്, ഡീക്കൻ ജിതിൻ മാത്യു ഫിലിപ്പ് എന്നിവർ സന്നിഹിതരായിരുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വിശുദ്ധ കുർബാനക്രമം കന്നഡ ലിപിയിൽ ബ്രഹ്മവാർ ഭദ്രാസനത്തിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയത് MOC പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ചു. ജൂലൈ 26 കന്നഡ ലിപിയിലുള്ള മലയാളം കുർബാനക്രമം, അതായത് മണ്ണട കുർബാനക്രമം, കോട്ടയത്ത് വിശുദ്ധ എപ്പിസ്കോപ്പൽ സുനഹദോസിൽ വച്ച് പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലീത്തയും
മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനി, ബ്രഹ്മവാർ ഭദ്രാസനാധിപൻ അഭിവന്യ യാക്കോബ് മാർ ഏലിയാസ് തിരുമേനിക്ക് നൽകി പ്രകാശനം ചെയ്തു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനെ വിമർശിച്ചുകൊണ്ട് മാർത്തോമ സഭയിലെ ഒരു വൈദികൻ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടത്തിയ പ്രസ്താവന ഒരു ഒറ്റപ്പെട്ട വിമർശനമായിട്ടാണ് സഭ കാണുന്നതെന്നും മാർത്തോമ സഭയുടെ ശബ്ദമായോ നിലപാടായോ അതിനെ പരിശുദ്ധ സഭ കാണുന്നില്ല എന്നും ഈ വിഷയത്തെക്കുറിച്ചുള്ള ആ വൈദികന്റെ അജ്ഞതയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് കാരണമെന്ന് വ്യക്തമാണെന്നും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനഹദോസ് സെക്രട്ടറി അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി പറഞ്ഞു. മാർത്തോമ സഭയിലെ ഔദ്യോഗിക നേതൃത്വം ഈ വൈദികന്റെ പ്രസ്താവനയിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് അഭിവന്യ തിരുമേനി അറിയിച്ചു. പുത്തൻകുരിശ് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളിയിൽ കർക്കിടകം 15 പെരുന്നാൾ പ്രദക്ഷിണം കടന്നു പോകുന്ന പള്ളി വഴിയിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കുവാൻ ഒരുക്കിയ തൂണുകൾ സാമൂഹിക വിരുദ്ധർ മോഷ്ടിച്ചുകൊണ്ട് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്നതിൻ്റെ വീഡിയോ ഇടവക പുറത്തുവിട്ടു. അഞ്ചൽ പെരുന്നാളിന് കൊടിയേറി. മലങ്കര സഭ യതിവര്യൻ എന്ന ശ്രേഷ്ഠനാമം നൽകി ഉയർത്തിയ വന്യ അഞ്ചലച്ചൻ്റെ ഓർമ്മപ്പെരുന്നാളിൻ്റെ കൊടിയേറ്റ് കർമ്മം തിരുവനന്തപുരം ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി നിർവഹിച്ചു. തിരുവനന്തപുരം ഭദ്രാസനത്തിലെ അഞ്ചൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ജോർജിയൻ തീർത്ഥാടന വലിയ പള്ളിയിൽ ആഗസ്റ്റ് 6 വരെ നടക്കുന്ന പെരുന്നാൾ ശുശ്രൂഷകൾക്ക് അഭിവന്യ തിരുമേനിമാരും വന്യ കോർപ്പിസ്കോപ്പന്മാരും ബഹുമാനപ്പെട്ട വൈദികരും കാർമ്മികത്വം വഹിക്കും. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാവേലിക്കര ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പോലീത്ത ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ പൗലോസ് മാർ പക്കോമിയോസ് മെത്രാപ്പോലീത്തായുടെ 12ാം ഓർമ്മ പെരുന്നാളിന് ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിവന്യ എബ്രഹാം മാർ എപ്പിഫാനിയോസ് തിരുമേനി കൊടിയേറ്റി. ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി നടന്ന ഭദ്രാസന വൈദിക സംഗമം മാവേലിക്കര ഭദ്രാസന സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ദൈവവിളി കോൺഫറൻസും ഓറിയന്റേഷൻ ക്ലാസും അഭിവന്യ എബ്രഹാം മാർ എപ്പിഫാനിയോസ് മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്തു. മാവേലിക്കര ഭദ്രാസന പ്രഥമ മെത്രാപ്പോലീത്ത ഭാഗ്യസ്മരണാർഹനായ പൗലോസ് മാർ പക്കോമിയോസ് തിരുമേനിയുടെ നാമധേയത്തിൽ മാവേലിക്കര ഭദ്രാസനം പുതുതായി ആരംഭിച്ച ജീവകാരുണ്യ സ്ഥാപനമായ മാർ പക്കോമിയോസ് കാരുണ്യ ഭവന്റെ കൂദാശകർമ്മവും നിർവഹിക്കപ്പെട്ടു. വാർദ്ധക്യാവസ്ഥയിൽ കരുതൽ ലഭിക്കാതെ പോകുന്ന മാതാപിതാക്കളുടെ സംരക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുന്നത്. 50 പേർക്ക് താമസിക്കുവാനുള്ള സൗകര്യവും പകൽ വീട് ക്രമീകരണവും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സംവിധാനവും ഇതോടൊപ്പം ഒരുക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. മാവേലിക്കര നഗരത്തിൽ സീനിയർ കെയർ ഹോം എന്ന നിലയിൽ ആദ്യമായി ആരംഭിക്കുന്ന ജീവകാരുണ്യ പ്രസ്ഥാനമാണ് മാർ പക്കോമിയോസ് കാരുണ്യ ഭവൻ. ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി ഭദ്രാസന മർത്തമറിയം വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന മാർത്തോമൻ പൈതൃക സംഗമം സഭ അൽമായ ട്രസ്റ്റി റോണി വർഗീസ് എബ്രഹാം കരിപ്പുഴ ഉദ്ഘാടനം ചെയ്തു. പരുമല സെമിനാരിയിൽ പരിശുദ്ധ പരുമല തിരുമേനിയുടെ കബറിടത്തിനോട് ചേർന്ന് വിശ്വാസികൾക്ക് മെഴുകുതിരികൾ സമർപ്പിക്കുന്നതിനായി പ്രത്യേകമായി ക്രമീകരിച്ച സ്ഥലത്തിന്റെ ആശീർവാദ കർമ്മം പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് നിർവഹിച്ചു. മലങ്കര മൽപ്പാൻ വന്യ ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ട് റീച്ച് കോർപ്പിസ്കോപ്പ, പരുമല സെമിനാരി മാനേജർ വന്യ KV പോൾ റമ്പാൻ, അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, അസിസ്റ്റന്റ് മാനേജർമാരായ ഫാദർ ജെ മാത്തുക്കുട്ടി, ഫാദർ എൽദോസ് ഏലിയാസ്, ഫാദർ ജേക്കബ് ഫിലിപ്പ്, പരുമല സെമിനാരി കൗൺസിൽ അംഗങ്ങളായ മാത്യു ഉമ്മൻ അരികുപുറം, PA ജോസ് പുത്തൻപുരയിൽ, മനോജ് P ജോർജ് എന്നിവർ സംബന്ധിച്ചു. സ്നേഹഭവന്റെ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മദ്രാസ് ഭദ്രാസനത്തിന്റെ ചുമതലയിൽ ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ സക്കറിയാമാർ ദിവന്നാസ്യോസ് തിരുമനസിന്റെ ദീർഘവീക്ഷണത്താൽ 1990 സ്ഥാപിതമായ വെല്ലൂർ സ്നേഹഭവന് ഇത് അഭിമാന നിമിഷം. വെല്ലൂർ CMC ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് അഭയമായ സ്നേഹഭവന്റെ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഏവരുടെയും പ്രാർത്ഥനയും സഹായങ്ങളും സാദരം പ്രതീക്ഷിക്കുന്നു. മലങ്കര സഭയുടെ കാനോനിക നോമ്പുകളിലൊന്നായ 15 നോമ്പ് അഥവാ വിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ശൂനോയോ നോമ്പിലേക്ക് പരിശുദ്ധ സഭ ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ പ്രവേശിച്ചു. ശൂനോയോ എന്ന വാക്കിനർത്ഥം വാങ്ങിപ്പെന്നാണ്. ദൈവമാതാവിന്റെ വാങ്ങിപ്പിനെ അനുസ്മരിക്കുന്നതാണ് ഈ നോമ്പ്.
വിശുദ്ധ ദൈവമാതാവ് ലോകത്തു നിന്ന് എടുക്കപ്പെട്ടതിൻ്റെ സ്മരണാർത്ഥമാണ് ഈ നോമ്പ് ആചരിക്കുന്നത്. മലങ്കര സഭയുടെ എല്ലാ ദേവാലയങ്ങളിലും പരിശുദ്ധ നോമ്പ് ഭക്തിപൂർവം ആചരിക്കുന്നു. ലോകത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന മഹാമാരിയിൽ നിന്നും വിടുതൽ ലഭിക്കുന്നതിനു വേണ്ടിയും പരിശുദ്ധ സഭയ്ക്കു വേണ്ടിയും വിശ്വാസികൾ ഓരോരുത്തരും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി പരിശുദ്ധ നോമ്പ് ആചരിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. അങ്കമാലി ഭദ്രാസനത്തിൽപ്പെട്ട കുറുപ്പമ്പടി സെന്റ് മേരീസ് പള്ളി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടേതാണെന്നും മലങ്കര സഭയുടെ 1934 ഭരണഘടന പ്രകാരം പള്ളിയുടെ ഭരണം നിർവഹിക്കപ്പെടണമെന്നും 1934 ഭരണഘടന പ്രകാരം നിയമിക്കപ്പെട്ട വൈദികർക്ക് മാത്രമേ പള്ളിയിൽ ശുശ്രൂഷകളും ഭരണവും നടത്തുവാൻ അവകാശമുള്ളൂ എന്നും എറണാകുളം ഫസ്റ്റ് അഡീഷണൽ ജില്ലാ കോടതി ഉത്തരവ് പ്രഖ്യാപിച്ചു. വിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ തിരുവിതാംകോട് അരപ്പള്ളിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ കൗൺസിൽ വർക്കിംഗ് പ്രസിഡന്റ് അഭിവന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത വിലയിരുത്തി. കൺസ്ട്രക്ഷൻ ഡയറക്ടർ ശ്രീ വർക്കി ജോൺ, മാനേജർ ബർസ്ലി ബി റംബാൻ കോറപ്പിസ്കോപ്പ എന്നിവർ സന്നിഹിതരായിരുന്നു. 156ാമത് സ്റ്റേറ്റ് ലെവൽ അബാക്കസ് കോമ്പറ്റീഷൻ ഫെസ്റ്റിവലിൽ ബ്രെയിൻ ഓ ബ്രെയിൻ ഫെസ്റ്റ് 2024 ചാമ്പ്യനായ കുമാരി ദിയ മറിയം ജിത്തുവിനും 13 പുതിയ ക്രിസ്ത്യൻ ഡിവോഷണൽ പാട്ടുകൾ 10ാം വയസ്സിനുള്ളിൽ ആലപിച്ച് പ്രസിദ്ധീകരിച്ചതിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ കുമാരി ആൽവിന സൂസൻ ടിജോയ്ക്കും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.